ഈശോയുടെ കുരിശുരൂപത്തെ നോക്കി കരഞ്ഞുകൊണ്ട് ഞാൻ പറയും, എനിക്ക് ഇനി വലത്ത് കാലം താങ്ങി നിന്ന് കുർബാന കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈശോ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരണം, എനിക്ക് കുർബാന കാണുകയും വേണം. അങ്ങനെ ഇരിക്കുമ്പോൾ വചനം വായിക്കാൻ എനിക്ക് വലിയ താല്പര്യമുണ്ടായി. അങ്ങനെ ഞാൻ വചനം വായിക്കാൻ തുടങ്ങിയപ്പോൾ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അന്ധന്മാർ കാഴ്ച പ്രാപിക്കുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നു, ബധിരർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു. ഞാൻ ഈശോയോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കുടുംബം പോയിട്ട് ഞാൻ ഇത്ര കാലമായി ഇങ്ങനെ നടക്കുന്നു, എനിക്ക് സൗഖ്യം തരാമെങ്കിൽ ഞാൻ ഇതെല്ലാം വിശ്വസിക്കാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഈ ചേച്ചി ഇങ്ങനെ വിഷമാവസ്ഥ കഴിയുമ്പോൾ ഈ ചേച്ചി കൃപാസനത്തെ പറ്റി എന്നോട് പറയുന്നു. ഞാൻ കൃപാസനത്തിൽ 2019 തൊട്ട് തുടങ്ങിയതാണ്. എനിക്ക് ഓരോ കാര്യം കിട്ടി, ഞാൻ സാക്ഷ്യം പറയുന്നുണ്ട്. അങ്ങനെ എനിക്ക് ഒരു 6 മാസം മുമ്പേ ഒരു കാശ് രൂപ എനിക്ക് തന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് ചെറുപ്പം മുതലേ ഭയങ്കര ഭക്തിയാണ്. അതുകൊണ്ട് ഞാൻ ആ കാശ് രൂപ സൂക്ഷിച്ചു വെച്ചു. അങ്ങനെ ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ഇവിടുത്തെ മാതാവും അവിടുത്തെ മാതാവും തമ്മിൽ എന്നാ ഇത്ര മാറ്റം ഇരിക്കുന്നത്? എനിക്ക് എല്ലാം തന്നെ മാതാവ് നടത്തി തരുന്നുണ്ടല്ലോ, ഇന്ന് വരെ എനിക്കൊരു കാര്യം നടത്തി തരാതെ ഇരുന്നിട്ടില്ല. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോഴാണ് ചേച്ചി എന്നോട് വരാനൊന്നും പറയുന്നില്ല, എനിക്ക് കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടുന്നെന്നേ പറയുന്നുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, മാതാവിനോട് ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, മാതാവ് എനിക്ക് കൃപാസന മാതാവ് എനിക്കൊരു അടയാളം തരാതെ ഇതൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല.